ഈ പടം റിലീസ് ആവുന്നത് എന്റെ കോളേജ് കാലഘട്ടത്തിലായിരുന്നു. അല്ലലുകൾ അറിയാത്തൊരു ടൈം. അതുകൊണ്ട് തന്നെ പടത്തിന്റെ കോർ എലമെന്റ് ആയ പഠിത്തം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ പോകുന്ന ബിരുദധാരികളുടെ വിഷമം എനിക്ക് മനസ്സിലാവുമായിരുന്നില്ല. പക്ഷെ ഈ പടം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് വലിയ വലിയ പുലിയും സിംഹവും ഒക്കെ വാഴുന്ന തമിഴ് ഇൻഡസ്ട്രിയിൽ ധനുഷ് എന്ന നടന് തന്റേതായ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതെന്ന്. അത് ഇതുപോലുള്ള ഇദ്ദേഹത്തിന് മാത്രം ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന റോളുകളുള്ള സിനിമകളിലൂടെയായിരുന്നു. കാര്യം പുള്ളിക്ക് നാഷണൽ അവാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അതവിടെ നിൽക്കട്ടെ, സാധാ ഒരു തമിഴിനെ അപേക്ഷിച്ച് അവർ ഇദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് ഇതുപോലുള്ള സിനിമകളിലൂടെയാണ്. ആകാശത്തേക്ക് പറത്തിവിടാതെ നിലത്ത് നിൽക്കുന്ന ആക്ഷനും മാസ് ഡയലോഗുകളും അടിപൊളി പാട്ടുകളും ഇമോഷണൽ രംഗങ്ങളും ഒക്കെയുള്ള, എന്നാൽ സാധാരണക്കാരന് കണക്ട് ആവുകയും ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് സിനിമ. കാര്യം ഈ പടത്തിന് ഇതേ പേരിൽ കുറച്ചുകൂടി ഒരു വലിയ സ്കെയിലിൽ ബോളിവുഡിൽ നിന്നുള്ള ഒരു നായികയും ഉൾപ്പെടുത്തി ഒരു സെക്കൻഡ് പാർട്ട് 2017 വന്നിരുന്നെങ്കിലും അത് ഇത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ആൻഡ് ഈ പടത്തിന്റെ ഒരു ആത്മാവ് അതിൽ മിസ്സിംഗുമായിരുന്നു മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ്. ആ പടം സംവിധാനം ചെയ്തത് സൗന്ദര്യ രജനീകാന്ത്. എന്നാൽ VIP സംവിധായകൻ R വേൽരാജ് 2015 ഇതേ ധനുഷിനെ വെച്ച് തങ്കമകൻ എന്നൊരു പടം ഇറക്കിയിരുന്നു. VIP സെക്കൻഡ് പാർട്ടാണ് അതെന്ന് ആദ്യം റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിന്റെ പേര് മാറ്റി തങ്കമകൻ എന്നാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആ സിനിമയും വലിയ വിജയമായില്ല. സോ ആകെ മൊത്തം പറഞ്ഞ VIP ഒന്നാം ഭാഗം അതൊരു റയർ പീസ് തന്നെയായിരുന്നു.